എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണ് നിങ്ങൾ പലതവണ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് OnePlus Open ആണ്. സോ OnePlus Open ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മേളിലായിട്ട് ഞാൻ ഉപയോഗിച്ച് വരികയാണ്. സോ ഈ ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരു ഫോൾഡബിൾ ഫോൺ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷനും ആൻഡ് ഈ ഒരു ഫോണിൻ്റെ ഒരു റോ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ ഫീൽ ആൻഡ് ഇതിൻ്റെ ആ ഒരു പ്രീമിയം ഫീൽ, ലുക്കിലായാലും ഫീലിലായാലും കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റും. ആൻഡ് എനിക്ക് ഫോണുകളിൽ തീരെ പറ്റാത്തൊരു സാധനം, ഈവൻ എൻ്റെ മാക്ബുക്കിൽ പോലും എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് ഈ ചില ഫോണുകളുടെ പുറകുവശം ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ ഇക്ലിയാവും. ഐ ഡോണ്ട് നോ അത് എല്ലാവർക്കും എത്ര പേർക്ക് അങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ OnePlus 12 ആ ഒരു ടെക്സ്ചർ ആണുള്ളത്, ഇങ്ങനെ ഭയങ്കര ഗിളുഗിളുകളാന്നിരിക്കും. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എനിക്കത് പറയപ്പോൾ തന്നെ കൈയും കാലൊക്കെ ഒരുമാതിരി വിറച്ച് വരുന്നു. ആ സോറി ഞാനിപ്പോൾ ആലോചിച്ചതെന്ന് വെച്ചാൽ ഈ സാധനമല്ലേ നമ്മുടെ ഈ മാക്ബുക്കിലും ഇതിൻ്റെ പുറകിലൊക്കെ വേറൊരു ഇതേപോലത്തെ ഫോണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസൊക്കെ കൊണ്ട് ഒരയ്ക്കപ്പോൾ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അത് ഈ ഫോണിലില്ല. ഞാൻ OnePlus 12 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. OnePlus 12 ഞാൻ OnePlus Openലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം എനിക്ക് ഫോണിൻ്റെ പുറകുവശം അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല എന്നുള്ളതാണ്. ദിസ് ഫോൺ ഇസ് സോ ഗുഡ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ക്യൂട്ട് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കയ്യിലിരുന്നോളും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു സ്ക്രീന് കിട്ടും, വിച്ച് ഇസ് വെരി നൈസ്. നിങ്ങൾക്ക് വീഡിയോസ് കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊക്കെ ഭയങ്കര കിടിലം ഫീലാണ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ Snapdragon Gen 2 ആണ് ഇതിനകത്തുള്ളത്, വിച്ച് ഇസ് എ വെരി പവർഫുൾ പ്രോസസർ. ഇന്നേ വരെ ഒരു ആപ്പ് പോലും ഇതിനകത്ത് ലാഗ് ആയിട്ടില്ല, ഒരു ആപ്പ് പോലും വർക്ക് ആവാതെ ആയിട്ടില്ല. എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, എക്സലന്റ്, ഒന്നും പറയാനില്ല. ക്യാമറ ഇറ്റ് ഡിപ്പെൻഡ്സ്, ചില സമയം നല്ലതെടുക്കും, ചില സമയം മോശം എടുക്കും, അതാണ് കേസ്. വീഡിയോ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്, ഒന്നും പറയാനില്ല. എനിക്ക് വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് 2 സെൽഫി ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു സെൽഫി ക്യാമറ ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വേറൊരു സെൽഫി ക്യാമറ ഉണ്ട്. ആൻഡ് ഈ 2 സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷേ റിയർ ക്യാമറ ഇസ് വെരി ഗുഡ്. ഹെസൽബ്ലാഡ് ബ്രാൻഡിങ്ങോട് കൂടിയുള്ളൊരു ക്യാമറയാണ്. സോണിയുടെ LYT808 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറി സെൻസറും അതുപോലെ തന്നെ ഒരു OmniVision OV64B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ടെലിഫോട്ടോ സെൻസറും അതുപോലെ തന്നെ 6x ഇൻ സെൻസർ സൂമും ഈ ഒരു ലെൻസിനകത്തുണ്ട്. പിന്നെ അൾട്രാ വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോണിയുടെ IMX581 ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ രീതിയിലും ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് എടുക്കും. ബട്ട് ഒന്നാമത്തത് എനിക്കിതിൻ്റെ കളർ ടോൺ വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇറ്റ്സ് എ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ്, പറയാതിരിക്കാൻ വയ്യല്ലോ. ലുക്ക് അറ്റ് ദിസ്. ലൈക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിക്ചേഴ്സ് എടുക്കും. അതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ക്യാമറയിൽ കളർ സയൻസ് ആണ്. ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കളർ സയൻസ് വന്നിട്ടുള്ളത്, വിച്ച് ഈസ് വെരി ഗുഡ് ഫോർ മീ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഡിസ്പ്ലേ, വെരി ഗുഡ് ഡിസ്പ്ലേ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതും ഭയങ്കര കളർ കറക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര പോപ്പ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. കളേഴ്സ് ഒന്നും ഓവർ ആണെന്ന് നമുക്ക് തോന്നൂല, ഒരുപാട് ഡള്ളായിട്ടിരിക്കുന്നതെന്ന് തോന്നൂല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ കാണുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു 7.8 ഇഞ്ചിന്റെ ഒരു ഫ്ലെക്സി ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. LTPO 3.0 ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. കളർ കറക്ഷൻസും കളർ റീപ്രൊഡക്ഷനും ഒക്കെ എക്സലന്റ് ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ മോസ്റ്റ്ലി ഈ ഫോണ് ഇങ്ങനെ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് ഈ സെക്കൻഡറി കവർ ഡിസ്പ്ലേ വെച്ച് ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ യൂഷ്വലി ഫോൺ എടുക്കുമ്പോൾ തന്നെ അൺഫോൾഡ് ചെയ്തതിനു ശേഷം ഈ ഒരു രീതിക്കാണ് ഉപയോഗിക്കാറ്. ആൻഡ് ഈ കവർ സ്ക്രീനിനെ പറ്റി പറയുമ്പോൾ ഒരു 6.3 ഇഞ്ചിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അകത്തുള്ള പ്രൈമറി സ്ക്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കളേഴ്സ് കുറച്ച് ഡള്ളായിട്ടാണ് ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ വരുന്നത് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ചിലപ്പോൾ മിസ്ജഡ്ജ് ചെയ്യുന്നതായിരിക്കും, പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ ഷെയർ ചെയ്തു. മൾട്ടി ടാസ്കിങ് എല്ലാം ഭയങ്കര സ്മൂത്ത് ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളുടെ ഗെയിമുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ? ലുക്ക് അറ്റ് ദിസ്. നമ്മുടെ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ള എല്ലാ ആപ്പ് സീരീസിന്റെയും ഗെയിം സീരീസിലും ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. ഒന്നുപോലും അൺഇൻസ്റ്റാൾ ചെയ്യാറില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാത്തതിന്റെ റീസൺ മടി കാരണമാണ്. എന്നിട്ടും ഒരു കുഴപ്പമില്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഡാം ഗുഡ്. ഇപ്പോഴും ആപ്പ് സീരീസ് ആയാലും ഗെയിം സീരീസ് ആയാലും ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോളിഡ് ഡിവൈസ്. ഓക്സിജൻ നോയ്സിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് അഡ്വർടൈസ്മെന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സ്മൂത്ത്, ബഗ്ഗുകളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഹിക്കപ്പുകൾ ഫീൽ ചെയ്തിട്ടില്ല, ലാഗുകൾ ഫീൽ ചെയ്തിട്ടില്ല, ഫ്രെയിം ഡ്രോപ്പ് ഫീൽ ചെയ്തിട്ടില്ല. സ്മൂത്ത് ആസ് ഹെൽ.
ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, അതായത് എൻ്റെ ഡീൽ ബ്രേക്കർ. ഈ ഫോണിൽ ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഒന്നാമത്തത്, ഈ ഒരു ഫോണ് ആക്ച്വലി ഞാൻ വാങ്ങിച്ച സമയത്ത് ഇവിടെ ഒരു ഹിഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പോലും പറ്റൂലായിരുന്നു. സ്ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, നമ്മളത് ഭയങ്കര അത് ഫീൽ ചെയ്യണമെന്ന് കരുതി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ ഹിഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. ഈ മടങ്ങുന്നതിൻ്റെ ഈ ഒരു ഹിഞ്ച് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ഫീൽ ചെയ്യാം. രണ്ടാമത്തത്, ഈ ഫോണിൻ്റെ ആംഗിൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫോണ് ഇങ്ങനെയായിരിക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഇത് നേരെയായിരുന്നു വരുന്നത്, പക്ഷെ ഇപ്പോൾ ഒരു വളവുണ്ട്. എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്കിതിനെ ഇങ്ങനെ ഓടിച്ച് നേരെയാക്കാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ മേജർ പ്രശ്നം. ലൈക്ക് വാട്ട് നോട്ട്, പറയേണ്ട കാര്യം പറയണമല്ലോ, ഇതാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഫോൾഡബിൾ ഫോണുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. സോ അതിനൊരു വലിയ പ്രശ്നമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ബാറ്ററി ബാക്കപ്പ്, ബാക്കിയുള്ള ഡെയിലി യൂസേജിനെ പറ്റി പറയാം. ബാറ്ററി ബാക്കപ്പ് ഓവർ ദ ഇയർ അത് കുറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം ഏകദേശം ഒരു 3/4 ദിവസമൊക്കെ കിട്ടുള്ളൂ. ഒരു എൻറ്റയർ ഫുൾ ഡേ എന്നും എൻ്റെ യൂസേജിൽ ഞാനിത് ഉപയോഗിക്കുന്നത് മെയിൽ നോക്കാൻ, വാട്സപ്പ് മെസ്സേജ് നോക്കാൻ, എൻ്റെ ബ്രാൻഡ് ഡീലുകൾ വരുന്ന വാട്സപ്പ് ഇതിനകത്താണ്. അതുപോലെ തന്നെ ഗെയിം കളിക്കാൻ, ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ, ഗെയിമുകൾ ടെസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ്, എനിക്കറിയുന്ന കുറേ ബഡ്ഡിങ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് അവരുടെ ആപ്പുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഈ ഒരു ഫോണിലാണ്. ബിക്കോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഫോണൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഞാൻ കുറേ സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. സോ 1 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഫോൺ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു OnePlus സപ്പോർട്ടറോ അല്ലെങ്കിൽ OnePlusനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്ന ആളൊന്നുമല്ല. ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ട് ഒരു OnePlus ഫോൺ പോലും എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഇന്നേ വരെ തന്നിട്ടില്ല. മേ ബി അവർ തരുന്ന റിവ്യൂ യൂണിറ്റ് എനിക്ക് സ്പെഷ്യലി തരുന്നതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് ഇന്നേ വരെ എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് മോശമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഫോൺ ഐ ഫീൽ ലൈക്ക് സ്റ്റിൽ 1.5 years എന്തോ ആയി എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, 1.5 years എന്തായാലും ആവും. ഈ 1.5 yearsൻ്റെ അകത്തും ഈ ഫോണ് സ്റ്റിൽ വർക്ക്സ് ഫൈൻ. പെർഫോമൻസ്, ഞാൻ പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത്. എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നത് 1 വർഷമൊക്കെ കഴിയുമ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് പറയുമെന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഹൈ എൻഡ് ഗെയിമുകൾ കളിക്കുന്നതിനകത്താണ്. യെസ്, ഹീറ്റപ്പ് ആവും, നമ്മൾ ഒരുപാട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കുറച്ച് ഹീറ്റ് ആവും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഡെയിലി യൂസേജിനായാലും നിങ്ങൾക്ക് കുറച്ച് ഷോ കാണിക്കാനായാലും ദിസ് ഫോൺ ഇസ് സോ ഗുഡ് ആൻഡ് ഐ ഡു റെക്കമെൻഡ് ഇഫ് യു ഗൈസ് ആർ ട്രൈങ് ടു ഗെറ്റ് വൺ ഓഫ് ദി ഡിവൈസസ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണെങ്കിലും ഈ ഒരു റിവ്യൂ ഇടണമെന്ന് തോന്നി. കാരണം എനിക്കങ്ങനെ ഫോൺ വന്ന് കയ്യിൽ കിട്ടിയ ഉടനെ 5 ദിവസം 6 ദിവസത്തിൽ റിവ്യൂ ഇടുന്നതിനെ പറ്റി തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ചില സമയത്ത് നമുക്ക് എംബാർഗോയും അതുപോലെ തന്നെ ബ്രാൻഡ് നമ്മളിതിങ്ങനെ പറഞ്ഞിട്ട്, അതായത് 19-ാം തീയതി റിലീസ് ആവുന്നുണ്ടെങ്കിൽ 18-ാം തീയതി വൈകിട്ട് നമ്മൾ വീഡിയോ ഇട്ടിരിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇടുന്നതല്ലാതെ എനിക്ക് റിവ്യൂ ഇടുന്ന താല്പര്യമില്ല. ആൻഡ് ലേറ്റ് ആയിട്ടാണെങ്കിലും മേ ബി ആരെങ്കിലുമൊക്കെ ഇതിനിടയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് യു ഗൈസ് ക്യാൻ ചെക്ക്. പിന്നെ പുള്ളിക്കപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നു OS-ൻ്റെ ആണ്. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.